പ്രിയമുള്ളവരെ, വിസ്മയ മോഹൻലാൽ ജന്തർ മന്ദറിലെ വിദ്യാർത്ഥി സമരത്തെ അനുകൂലിച്ച് സംസാരിച്ചതിൻ്റെ പേരിൽ സംഘികളുടെ കയ്യിൽ നിന്ന് ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് തെറികേട്ട വ്യക്തിത്വമാണ്. പ്രത്യേകിച്ചും അവരുമായി കുടുംബപരമായ അടുപ്പമുള്ള അവരുടെ പിതാവ് മോഹൻലാലിൻ്റെ ഒന്ന് രണ്ട് സിനിമകൾ സംവിധാനം ചെയ്തിട്ടുള്ള മേജർ രവി എന്ന വ്യക്തിത്വം തന്നെ പറഞ്ഞത്, ഈ വിസ്മയ മോഹൻലാൽ എന്ന് പറയുന്ന നടി അവർ വിയറ്റ്നാമിലാണ് പഠിച്ചത്, രാഷ്ട്രീയത്തെക്കുറിച്ചൊന്നും ബോധ്യമില്ല, ഈ പട്ടികളോടൊക്കെ വലിയ സ്നേഹമാണ്, തെരുവിൽ ഏതോ വിയറ്റ്നാമി ഏതോ പട്ടിയെ പീഡിപ്പിക്കുന്നത് കണ്ട് ഇന്ത്യ ഗവൺമെൻറ് പ്രത്യേക അനുമതി വാങ്ങി ആ പട്ടിയെ ഇന്ത്യയിൽ കൊണ്ടുവന്ന് മോഹൻലാലിൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് പോറ്റുന്ന ആളാണ്. പട്ടികളോടും മറ്റുള്ള മൃഗങ്ങളോടുമൊക്കെ വലിയ സ്നേഹമാണ്, രാഷ്ട്രീയത്തെക്കുറിച്ചൊന്നും വലിയ ബോധ്യമില്ല, അതുകൊണ്ട് ജന്തർ മന്ദർ കുട്ടികൾ അടി കൊള്ളുന്നത് കണ്ടപ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു വികാരമാണ് അത്, അല്ലാതെ അതിൻ്റെ പിന്നിലെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചൊന്നും അറിയില്ല, അത്രമേൽ വിവരമില്ലാത്ത ഒരു കുട്ടി എന്ന രീതിയിലാണ് മേജർ രവിയുടെ ഒരു പ്രസ്താവന ഉണ്ടായത്. പക്ഷേ ഇന്ന് വിസ്മയുടെ ഇൻ്റർവ്യൂകളൊക്കെ കാണുമ്പോൾ അവർക്ക് ജനാധിപത്യത്തെക്കുറിച്ച്, ജനാധിപത്യ രാജ്യങ്ങളിലെ ക്രമങ്ങളെക്കുറിച്ച്, ജനാധിപത്യം വിവക്ഷിക്കുന്ന സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ വ്യക്തമായ ധാരണയുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. മിക്കപ്പോഴും അവരെയും മേജർ രവിയും തമ്മിലൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ മേജർ രവിയാണ് പൊട്ടൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അധികാരത്തിന് വേണ്ടി ഒരു ഫാസിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ കുഴലൂത്തുകാരനായി മാറിയ മേജർ രവിയാണ് പൊട്ടൻ എന്നാണ് തോന്നുന്നത്. കാരണം വളരെ കൃത്യമായിട്ട് തന്നെ വിസ്മയ മോഹൻലാൽ കാര്യങ്ങൾ നിർവചിക്കുന്നുണ്ട് എന്ന് തന്നെ യാഥാർത്ഥ്യം. ഒന്നുകൂടി അവർ പറയുന്നുണ്ട്, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ എനിക്ക് അത് ബാധകമല്ല, ഞാൻ പ്രതികരിക്കേണ്ട സംഗതികളെക്കുറിച്ച് വ്യക്തമായി തന്നെ പ്രതികരിക്കും, മൈസെൽഫ്, എനിക്ക് എന്നെ മാത്രമാണ് നിയന്ത്രിക്കാൻ കഴിയുക, മറ്റുള്ളവരെ നിയന്ത്രിക്കുവാൻ എനിക്ക് കഴിയില്ല എന്ന് പറയുന്നതോടൊപ്പം തന്നെ തനിക്ക് വ്യക്തമായ ജനാധിപത്യത്തെയും ജനാധിപത്യ സമരങ്ങളെയും കുറിച്ച് ധാരണയുണ്ട് എന്നുകൂടി വിസ്മയ മോഹൻലാൽ സൂചിപ്പിക്കുന്നുണ്ട് ഇൻ്റർവ്യൂവിൽ. അതായത് മേജർ രവിയും കേരളത്തിലെ സംഘപരിവാര സൈബർ ഇടങ്ങളും പ്രചരിപ്പിച്ച ഒന്നും പറഞ്ഞുകൂടാത്ത പൊട്ടിപ്പെണ്ണല്ല വിസ്മയ മോഹൻലാൽ, അവർക്ക് വ്യക്തമായ ധാരണയുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് മോഹൻലാലിൻ്റെ രണ്ടു മക്കളും നല്ലപോലെ വായിക്കുകയും കാര്യഗൗരവമായി തന്നെ സംഗതികളൊക്കെയും വീക്ഷിക്കുകയും ചെയ്യുന്ന ആളുകളാണ് എന്ന് വ്യക്തമാണ്. അത് മോഹൻലാലിൻ്റെ മകൻ അപ്പു ആകട്ടെ, വിസ്മയ മോഹൻലാൽ ആകട്ടെ. ഇത്രയും നാൾ എവിടെയായിരുന്നു വിസ്മയ മോഹൻലാൽ എന്നൊരു വിസ്മയം മാത്രമേ ഞങ്ങളെപ്പോലുള്ളവർക്കുള്ളൂ. കാരണം അത്രമേൽ ജനാധിപത്യ ബോധം അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. പിന്നെ വേദികളിലൊക്കെ വരുമ്പോൾ ഒരു ക്യൂട്ട്നെസ് അധികമായി വാരി വിതറാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ടോ എന്ന് തോന്നുന്നുണ്ട്. കാരണം 34-35 വയസ്സൊക്കെ ആയി കുറച്ചുകൂടി പക്വത ഈ സ്റ്റേജുകളിലൊക്കെ പ്രകടിപ്പിക്കേണ്ട ഒരു സമയമാണ്. പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ നാട്ടിലെ ചില യൂട്യൂബ് അമ്മായിമാരൊക്കെ കാണിക്കുന്നത് പോലെ ചില ക്യൂട്ട്നെസ് ആക്ഷനിലൊക്കെ വരുന്നുണ്ട് എന്നതിനപ്പുറം വളരെ കൃത്യമായി തന്നെ അവർ കാര്യങ്ങൾ നിർവചിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും സംഘികളുടെ കുരുപൊട്ടി തുടങ്ങിയിട്ടുണ്ട്. സംഘികളുടെ ദൈവമായിരുന്ന മോഹൻലാലും പരോക്ഷമായി തന്നെ വേദികളിൽ വിമർശിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, അഭിപ്രായം പറയും, അത് ആരുടെയെങ്കിലും ഭീഷണി കൊണ്ട് അടിച്ചമർത്താനുള്ളതല്ല, ഞാൻ കൂടുതൽ പ്രശസ്തനും അതുപോലെ തൻ്റെ വാക്കുകൾ ഗൗരിക്കപ്പെടുന്നത് കൊണ്ടാണ് അഭിപ്രായം പറയുമ്പോൾ വിമർശിക്കപ്പെടുന്നതെന്ന് കൂടി അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും സംഘികളെ സംബന്ധിച്ച് ഒട്ടും അഭികാമ്യമല്ല മോഹൻലാലിൻ്റെയും വിസ്മയ മോഹൻലാലിൻ്റെയും ഒന്നും പ്രതികരണം എന്നതാണ് ഏറ്റവും പരമപ്രധാനമായൊരു യാഥാർത്ഥ്യം. ഇന്ന് സംഘ അനുകൂല ചില യൂട്യൂബർമാരൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്, മറ്റന്നാൾ പടം ഇറങ്ങിയല്ലേ, തുടക്കം ഫസ്റ്റ് പടം, അത് കാണിച്ചു തരണം, പൊട്ടിച്ചു കളയും എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും സംഘികൾ ഹിറ്റ് ലിസ്റ്റിലിട്ട, സംഘികൾ കാണരുതെന്ന് പറഞ്ഞ് പൊളിക്കാൻ ശ്രമിച്ചിട്ടുള്ള മിക്ക പടങ്ങളും വിജയിച്ച ഒരു പാരമ്പര്യമാണ് കേരളത്തിലുള്ളത്. എമ്പുരാനൊക്കെ തന്നെ നമുക്ക് ഉദാഹരണമായി എടുക്കാം, അതൊക്കെ റെക്കോർഡ് കളക്ഷനായിരുന്നു. സംഘികൾ വിജയിപ്പിക്കുവാൻ ആഹ്വാനം ചെയ്ത പടങ്ങൾ കേരള സ്റ്റോറി 1ഉം 2ഉം ഒക്കെ വലിയ പരാജയമായിരുന്നു എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. എന്തായാലും വിസ്മയ മോഹൻലാൽ എന്ന് പറയുന്ന പുതിയ ഒരു താരപ്പിറവി മലയാള സിനിമ കാണും എന്ന് തന്നെ വിശ്വസിക്കാം. ഒപ്പം വളരെ കൃത്യമായിട്ട് തന്നെ സാമൂഹിക കാര്യങ്ങളിലൊക്കെ പ്രതികരിക്കുന്ന ഒരു ആളുടെ ആഗമനം കൂടി മലയാളത്തിലേക്ക് ഉണ്ടാകുന്നു എന്നത് ആശ്വാസകരമാണ്. തൽക്കാലം ഈ വീഡിയോ ഇടവാങ്ങിയാണ്. മറ്റു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റു വീഡിയോ കാണുന്നവരെ ജയ് ഹിന്ദ്.